ഗേസ് ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെ വെച്ചാൽ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ കാസർഗോഡ് പോവാണ്. ഇപ്പോൾ കാസർഗോഡ് എനിക്കൊരു ചെറിയൊരു ക്ലൈൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അതെപ്പോൾ കഴിയും എന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം രാവിലത്തെ ഒരു 7:30 വണ്ടിയുണ്ട്. ചെന്നൈയിൽ നിന്ന് വരുന്ന മംഗലാപുരം മെയിലാണ്. അപ്പം 7:30 എത്തേണ്ടതാണ്. 8 മണിക്കാണ് ഇപ്പോൾ ടൈം ആടുന്നത്. അത് ഡിലേ ആണ് വണ്ടി. അപ്പോൾ എല്ലാവർക്കും ഇന്ത്യൻ ഡ്രൈവർ ഓർ മഹാട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗേസ് അങ്ങനെ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. നല്ല തിരക്കുണ്ട്. ഞാൻ ഓൾറെഡി ഇന്ന് ബുക്ക് ചെയ്തിട്ടുള്ളത് കുഴപ്പമില്ല. ഇപ്പം നമുക്ക് എന്താ വെച്ചാൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം. എന്നിട്ട് ഇനി കാസർഗോഡ് എത്തിയിട്ട് വേണം. ഓക്കെ, നല്ല ഉറക്കം തുടങ്ങി. ഇപ്പോൾ എണീറ്റ് ഏകദേശം ശരിക്കും പറയാം 7:30 ആകുമ്പം കോഴിക്കോട് എത്താൻ ട്രെയിനായിരുന്നു. ഇന്ന് എത്തിയതാണെങ്കിൽ ആകെ 8:30 ഇപ്പം ഒരു 8:30 കിടന്ന് ഉറങ്ങിയതാ. ഇപ്പം ഏകദേശം 10 മണിയായപ്പം എണീറ്റ്. അതായത് കണ്ണൂരെ കഴിഞ്ഞ് പഴയങ്ങാടി എത്തി. ഇപ്പം ഇനിയിപ്പം കാസർഗോഡിലൊക്കെ ഒരു മണിക്കൂർ ഉണ്ടാവുള്ളൂ. ഒരു 11 മണിയാകുമ്പോൾ കാസർഗോഡ് എത്തുമായിരിക്കും. ട്രെയിനേലേ വലിയ സ്ലീപ്പർ ബുക്ക് ചെയ്യുന്നതുകൊണ്ട് വലിയ തിരക്കില്ല. അല്ലെങ്കിൽ ഫുള്ള് ലോഡ് ആവേണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇത് ചെന്നൈയിൽ നിന്ന് എടുക്കുന്ന വണ്ടിയാണല്ലോ, മംഗലാപുരം വണ്ടി. അപ്പം ചെന്നൈയിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ളതാണേലും ഈ കോഴിക്കോട് അതായത് കണ്ണൂർ കഴിയുമ്പോൾ തന്നെ അതായത് ആൾ കുറഞ്ഞെടുക്കും. പിന്നെ കാസർഗോഡ് എത്തുമ്പോൾ ഒട്ടും ആളുണ്ടാവില്ല. പിന്നെ കാസർഗോഡ് മംഗലാപുരത്തേക്ക് തീരെ തിരക്കുണ്ടാവില്ല. പക്ഷെ ജനറലിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. സ്ലീപ്പർ, തേർഡ് എ സി, സെക്കൻഡ് എ സി, ഫസ്റ്റ് എ സി ഇതൊക്കെ ഇനി അങ്ങോട്ട് വേണ്ട തിരക്ക് കുറവായിരിക്കും. പക്ഷെ തീരെ കുറവെന്ന് പറഞ്ഞാൽ തീരെ കുറവല്ല, അത്യാവശ്യമുണ്ട്. എന്നാൽ ഭയങ്കര ഹ്യൂജ് ആയിട്ടില്ല. പിന്നെ ഡേ ടൈം ആയിട്ടായിരിക്കും വലിയൊരു റഷ് വരാത്തത്. ഇനി കാസർഗോഡ് എന്തായാലും എത്തിയിട്ട് ബാക്കി നമുക്ക് നോക്കാം. കേസ് അങ്ങനെ നമ്മൾ കാസർഗോഡ് എത്തി. കാസർഗോഡ് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ കസ്റ്റമർ മീറ്റിംഗ് ഉണ്ട്. കസ്റ്റമർ മീറ്റിംഗ് ചെയ്യണം. ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇറങ്ങിയത്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ മഴ നനയാതിരിക്കാനുള്ള സെറ്റപ്പ് ഒന്നിലൂടെ. ഇനി എന്തായാലും കസ്റ്റമർ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഗേസ് നമ്മുടെ ക്ലയന്റ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പൊ എന്താ പരിപാടി വെച്ചാൽ നേരെ മംഗലാപുരം വിടുവാണ്. ഞാൻ പഠിച്ച മംഗലാപുരത്തേക്കായിരുന്നു. അപ്പൊ അവിടേക്ക് പോയി കണ്ടിട്ട് വരാം. വൈകുന്നേരം ഇനി 5 മണിക്കല്ല 6 മണിക്കാണ് വണ്ടി. അപ്പൊ അതുവരെ സമയമുണ്ട്. അപ്പൊ അതുവരെ നമുക്കൊന്ന് മംഗലാപുരമൊക്കെ ചുറ്റിട്ട് വരാം. ഈ കാസർഗോഡ് ഒരു പുതിയ ബ്രിഡ്ജ് വന്നു. അതായത് നമ്മുടെ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെ. അപ്പൊ ആ NH 66 NH 66 പുതിയ ബ്രിഡ്ജ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മംഗലാപുരം വരണമെങ്കിൽ നമുക്ക് കാസർഗോഡ് ടച്ച് ചെയ്യുക പോലും വേണ്ട. അതായത് ഇപ്പൊ കണ്ണൂരിൽ നിന്ന് വണ്ടി കാസർഗോഡ് തൊടാതെ നേരെ മംഗലാപുരത്തേക്ക് പോയിക്കോളും. നമുക്ക് ഈ ഹൈവേ കൂടെ തന്നെ പോകാം. ഏതെങ്കിലും KSRTC നോക്കിയിട്ട് അതേ കയറാം നമുക്ക്. എന്നിട്ട് മംഗലാപുരത്ത് പോയിട്ട് ബാക്കി പരിപാടി നമുക്ക് നോക്കാം. ഗേസ് അങ്ങനെ നമ്മള് മംഗലാപുരം ബസ്സിൽ കയറി. ഇപ്പൊ കർണാടക ബസ്സിൽ കയറിയേക്കുന്നത്. ഒരു തല്ലിപ്പൊളി ബസ്സാണ്, കുഴപ്പമില്ല. ഇനി ഈ മംഗലാപുരത്ത് നിന്ന് നമുക്ക് കാസർഗോഡിന് റോഡ് ത്രൂ പോവാം. അപ്പൊ നല്ല ഹൈവേ കണ്ടെങ്കിൽ പോകാൻ പറ്റും. റോഡൊക്കെ അടിപൊളിയാണ്. റോഡൊക്കെ പലതിനേക്കാളും സൂപ്പറായി. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്കുള്ള എക്സ്പ്രസ് ഹൈവേ കൂടെ തന്നെ പോകുന്നത്. പക്ഷെ ഇയാൾ കുറെ നേരമായിട്ട് ഈ ഔട്ടർ റിംഗ് റോഡിൽ കൂടെ തന്നെ ഓടിക്കുന്നത്. ആ എക്സ്പ്രസ് ഹൈവേ കേട്ടാണല്ലോ തന്നെ. റോഡെന്തായാലും സൂപ്പർ തന്നെ. ഇപ്പം ഇനിയിപ്പം KSRTC ഇതിപ്പോ കർണാടക KSRTC ആണ്. കേരള KSRTC കർണാടക KSRTC ഒന്നും എക്സ്പ്രസ് ഹൈവേ കയറാൻ വയ്യേ. അങ്ങനെ പെർമിഷൻ ഇല്ലേ. സാധാരണ കോഴിക്കോട് നിന്ന് കുറ്റിപ്പുറം പോകുമ്പോൾ എക്സ്പ്രസ് ഹൈവേ കയറുന്നതാണല്ലോ. ഇപ്പൊ എന്താണെന്നറിയത്തില്ല. ആ സൈഡിൽ കൂടെ ഉള്ള റോഡിൽ കൂടെ തന്നെ ഓടിക്കുന്നത്. എന്തായാലും റോഡ് നല്ല അടിപൊളി, ഒരു രക്ഷയില്ല. കാസർഗോഡ് നിന്ന് മംഗലാപുരം വരെ. ഫൈനലി അയാൾ എന്തായാലും സർവീസ് റോഡിൽ നിന്ന് നേരെ എക്സ്പ്രസ് ഹൈവേ കയറി. എന്തായാലും അടിപൊളി റോഡ്, ഒരു രക്ഷയില്ല. റോഡിന്റെ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞു. അതായത് മംഗലാപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള ഈ NH 66 NH 66 പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞ്. അവിടെ നല്ല റോഡ് തന്നെയാണ്. ഫൈനലി ഞങ്ങള് മംഗലാപുരം എത്തി. നമ്മള് ഇപ്പൊ മംഗലാപുരം KSRTC സ്റ്റാൻഡ് എവിടെയാ. ഇനി എന്തായാലും ഇവിടുന്ന് ഒരു ചെറിയൊരു അടി, വേറെ ഒന്നുമില്ല. നമ്മൾ സ്ഥിരം കഴിക്കുന്ന 2 ബർഗറൊക്കെ കഴിച്ച് ഒരു ചായ ഒരു ലസ്സിയും കുടിച്ച് തിരിച്ച് നമ്മൾ എറണാകുളത്തേക്ക് പോകും. അപ്പം മംഗലാപുരം KSRTC വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ, KSRTC ബസ് സ്റ്റാൻഡില്ലേ നമുക്കിപ്പം ബോംബെക്കൊക്കെ പോകണ ഇവിടുന്ന് വണ്ടിയുണ്ട് കേട്ടോ. അതായത് ഈ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ബോംബെ, ബാംഗ്ലൂര് ഇഷ്ടംപോലെ, അതായത് നമുക്ക് നോർത്തിലേക്ക് പോകണ ഒരു കണക്ഷനാണ്. അതായത് കേരളത്തിൽ നിന്ന് വന്നിട്ട് നമുക്ക് മംഗലാപുരത്ത് വന്നിറങ്ങുവാണെങ്കിൽ ഇവിടുന്ന് 1:30 ബോംബെക്ക് ബസ് ഉണ്ട്. 1:30 അതുപോലെ ഇഷ്ടംപോലെ ബസ് ഉണ്ട്. ബോംബെക്ക് ബസ് ഉണ്ട്. ഈ പിന്നെ ഇതുണ്ടല്ലോ ഹൈദരാബാദ്, അതൊക്കെ ബോംബെക്ക് പോകുന്നതാണ്. അത് ഇവിടുന്ന് 1:30 കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് എത്തുള്ളൂ. പിന്നെ കാസർഗോഡ് നിന്ന് ഇപ്പം ഇഷ്ടംപോലെ ബസ്സുണ്ടല്ലോ. കാസർഗോഡ് മംഗലാപുരം ഭാഗത്തേക്ക് 1 മണിക്കൂർ വെച്ച്.
നമുക്ക് എന്തായാലും ആ ബർഗറുള്ള ചായ കിട്ടുന്ന അതായത് കൊട്ടാരച്ചോക്കി ഭാഗം അവിടെ ഒന്ന് പോയി നോക്കാം. ഇതുണ്ടോ മംഗലാപുരം ഹൈദരാബാദ് ഒന്നും വേണ്ട ഇവിടുന്ന് പറഞ്ഞില്ല. മംഗലാപുരം ഹൈദരാബാദ്, മംഗലാപുരം ബാംഗ്ലൂർ, മംഗലാപുരം ഗോവയൊക്കെ ഉണ്ട് ഇവിടുന്ന് പനാജിക്ക്. ഈ ഹൈദരാബാദ് വണ്ടിയെ എനിക്ക് ഒന്ന് ബാംഗ്ലൂർ വഴിയില്ല, മറ്റേ വേറെ റൂട്ട് കൂടി തോന്നി വന്നത്. ബാംഗ്ലൂർ ചെല്ലാതെ തന്നെ വേറെ വഴിയുണ്ട്. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മള് മംഗലാപുരത്ത് ബർഗർ കഴിക്കാൻ എത്തി. ബർഗറും നമ്മുടെ ഒരു ഇതാണ് നമ്മൾ ബർഗർ വാങ്ങിയേക്കുന്നത്. ഇവിടെ തന്നെ ബർഗർ അടിപൊളി കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ വന്ന് ബർഗർ വാങ്ങിയത്. ബർഗറും പിന്നൊരു ലസ്സിയും. അപ്പം നമ്മൾ കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നേ. ഇത് ബർഗർ അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. കാണിച്ചതാ തിക്നെസ് കണ്ടില്ലേ, പക്ഷെ വലിപ്പം ഉണ്ട് താനും. 40 രൂപയാണ്, വെജ് ബർഗറാണ്, പക്ഷെ അടിപൊളിയാണ് താനും. ഈ ബർഗർ കഴിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ് നിന്ന് മംഗലാപുരം എത്തിയത്. ഇനി വേറെ ഒന്നുമില്ല, നേരെ നമ്മൾ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ പോന്നു. അവിടെ നേരെ എറണാകുളത്തേക്ക് കയറണം. പക്ഷെ ടിക്കറ്റ് എടുത്ത് മാറിപ്പോയി. ടിക്കറ്റ് എടുത്തേക്കാന്ന് വെച്ചാൽ ഇവിടുന്ന് എറണാകുളം, മംഗലാപുരം ടു കോഴിക്കോടും, പിന്നെ കോഴിക്കോട് നിന്ന് എറണാകുളം നിന്ന് എടുത്തേക്കണം. ലെറ്റ്സ് നമുക്ക് നോക്കാം. ഗൈസ് നമ്മള് ബർഗർ വാങ്ങിയ ഈ കടയാണ്, അതായത് കൊട്ടാരച്ചൗക്കിൽ ക്വാളിറ്റി സീറ്റ് ബേക്കേഴ്സ് എന്ന് പറയും. ഇവിടെ നല്ല ബർഗർ കിട്ടും. എല്ലാം തന്നെ നല്ല ഫുഡാട്ടോ അവിടുത്തെ. എല്ലാ സീറ്റ്സ് ആണേലും ബേക്കറി ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ഇനി നമുക്ക് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പോകാം. ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇപ്പം എന്ത് സംഭവം എന്ന് വെച്ചാൽ, ഞാനിപ്പം മംഗലാപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഞാൻ ജനറൽ ടിക്കറ്റ് എടുത്തു. കാസർഗോഡ് നിന്ന് പിന്നെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് വരെ. കോഴിക്കോട് നിന്ന് പിന്നെ ആക്ച്വലി കമ്പനി നമ്മൾ വേറെ ആൾ തേർഡ് പാർട്ടി ബുക്ക് ചെയ്തതാണ്. അത് കാസർഗോഡ് നിന്ന് കോഴിക്കോട് വരെ ബുക്ക് ചെയ്തത്. ഇനി കോഴിക്കോട് നിന്ന് എറണാകുളം വരെ ഉള്ളത് പോകുന്നത് എങ്ങനെയാ ചോദിച്ചാൽ, അവിടെ നിന്ന് A1 ട്രാവൽസിനാണ് പോകുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോകേണ്ടത് കാസർഗോഡ് ടു എറണാകുളമാണ് പോകേണ്ടത് ക്ലയൻറ്റ് മീറ്റ് കഴിഞ്ഞിട്ട്. പക്ഷെ ഞാൻ മംഗലാപുരം വന്നതുകൊണ്ട് മംഗലാപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ലോക്കൽ എടുത്ത് പോന്നു. അവിടുന്ന് പിന്നെ കാസർഗോഡ് നിന്ന് എറണാകുളം പോകേണ്ടതിന് അവർ തേർഡ് പാർട്ടി ബുക്ക് ചെയ്തത് കോഴിക്കോട് വരെ മാറിപ്പോയവർക്ക് എന്തുമായിട്ടാണ് കഴിഞ്ഞിട്ട് അവരിപ്പം പ്രൈവറ്റ് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, മറ്റേ കോഴിക്കോട് നിന്ന് എറണാകുളം വരെ. കോഴിക്കോട് 9:15 ആകുമ്പോഴാണ് ഇനി അടുത്ത A1 ട്രാവൽസ് ഉള്ളത്. മംഗലാപുരം റെയിൽവേ സ്റ്റേഷന് എന്താ വെച്ചാൽ ഞാൻ ഇപ്പം നിൽക്കുന്നത് സെൻട്രലിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മംഗലാപുരത്ത് നമ്മൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നത്, ഇവിടം വരെ ട്രെയിനുള്ളൂ. മംഗലാപുരം ജംഗ്ഷൻ വേറെയുണ്ട്, അത് മറ്റേ വഴിക്കാണ് പോകുന്നത്. എന്തായാലും നമുക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെന്നൈ മെയിലല്ല, ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എനിക്ക് വന്നത് 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നത്. ഇപ്പം തൽക്കാലം അത് ജനറൽ കമ്പാർട്ട്മെന്റ് വേണ്ടി കയറാം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കാസർഗോഡ് നിന്ന് മാറി കയറാം. പിന്നെ മംഗലാപുരത്ത് ഇപ്പോൾ ഒരുപാട് ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട്, പുതിയ ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ എന്നെ പരിപാടി വെച്ചാൽ നമ്മൾ പണ്ട് പഠിക്കുമ്പോൾ വെച്ചാൽ ഈ ഏജന്റുമാർ പരിപാടി എന്താ വെച്ചാൽ അവർ എങ്ങനെ വെച്ചാൽ ഒരു കുട്ടിയെ ചേർക്കുന്നതിന് ഇത്ര രൂപ കോളേജിൽ ഫീസ് വാങ്ങും. അങ്ങനെ ആണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മെഡിസിനൊക്കെയാണ് 1-2 ലക്ഷം രൂപ വാങ്ങുമായിരുന്നു ഇവിടെ മംഗലാപുരത്തും ബാംഗ്ലൂരൊക്കെ ഒരുപാട് ഏജന്റുമാരുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ കുറഞ്ഞു തോന്നുന്നു. ഇപ്പം എല്ലാവരും പരിപാടി എന്ന് വെച്ചാൽ സ്റ്റഡി എബ്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, യൂറോപ്പിലേക്കും UK, യൂറോപ്പ്, ഓസ്ട്രേലിയ അങ്ങനെയൊക്കെ ഇപ്പം അങ്ങനത്തെ ഏജന്റുമാർ നന്ന രീതിയിൽ പറ്റിയിട്ടുണ്ട് കേട്ടോ ശരിക്കും. ഇപ്പം കഷ്ടം തന്നെയാണ് ഈ പിള്ളേർ കഷ്ടപ്പെട്ട് പഠിക്കാൻ പോകുമ്പം ഇത്രയും പൈസയൊക്കെ ഏജന്റുമാർ വാങ്ങി പോകേണ്ട ഒരു ആവശ്യമുണ്ടോ? അത് വെച്ചാൽ 10 ലക്ഷം രൂപ ആണെങ്കിൽ ആ പിള്ളേരിൽ നിന്ന് നല്ല രൂപ തന്നെ അവരിൽ നിന്ന് മേടിക്കും. ഈ മംഗലാപുരത്ത് അങ്ങനെ ആയിരുന്നു ഒരുപാട് കാലം. ഇപ്പം മംഗലാപുരത്തും ബാംഗ്ലൂരൊക്കെ പിള്ളേർ പഠിക്കുന്നേക്കാളും കൂടുതൽ ഇപ്പം UK-ക്കും യൂറോപ്പിനും ഓസ്ട്രേലിയക്കൊക്കെ ആയല്ലോ. ഇപ്പം അങ്ങോട്ട് പോകുന്നവരാണ് ഇപ്പം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഏജന്റ്. പിന്നെ തുർക്കുമിസ്ഥാൻ, മറ്റേ ടർക്കി, അതുപോലെ അങ്ങോട്ടും കുറേ പിള്ളേരെ ഇപ്പോൾ കൊണ്ടുവന്നുണ്ട്. അതായത് ഫുള്ള് കമ്മീഷൻ അടിച്ചു വരല്ലോ എല്ലാ പരിപാടിയും. പറ്റിയതോടെ പറ്റിയപ്പാണ്. പിന്നെ വേറെന്ത് വഴിയല്ല, ഡയറക്റ്റ് നമുക്ക് പോകാൻ പറ്റൂല്ലെങ്കിൽ ഇങ്ങനെ ഏജന്റ് ത്രൂ അല്ല എങ്ങനെ പോകാനല്ലേ. ഗേസ് ഒന്നും പറയണ്ട, നമ്മുടെ ഒരു മൈക്ക് കേടായിപ്പോയി. ഇപ്പൊ എന്തായാലും ട്രെയിനിന്റെ ഉള്ളിൽ കയറി, ഇനിയിപ്പം കുറച്ച് നേരം ഉറങ്ങണം, എന്നിട്ട് കോഴിക്കോട് പിന്നെ അടുത്ത ആ ബസ്സൊക്കെ കയറണം. പക്ഷെ മൈക്കിന് എന്തോ കീശയിലിട്ടതാ, നല്ല മൈക്കായിരുന്നു. പക്ഷെ ഞാൻ പിടിച്ച് കീശ ഇട്ടുകഴിഞ്ഞപ്പം അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അതിന്റെ ബട്ടൺ ക്ലിക്ക് ആകുന്നില്ല. ഇനിയിപ്പോ പറഞ്ഞ പുതിയ നോക്കി വാങ്ങേണ്ട വരും. കുറച്ചു നേരം കിടക്കട്ടെ, എന്നിട്ട് കോഴിക്കോട് നമുക്ക് കാണാം. ഗേസ് അങ്ങനെ ഫൈനലി നമ്മൾ കോഴിക്കോട് എത്തി. ഇനി ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോയിട്ട് A1 ട്രാവൽസിൽ പോകണം. നമുക്ക് ബസ് പാളയത്ത് ഉണ്ടാവും. ഇത് ഞാൻ പാളയത്ത് തന്നെ ഇപ്പൊ നിൽക്കുന്നത്. അതിന് ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ട് A1 ട്രാവൽസ് ബസ് നോക്കാം. ഗേസ് അങ്ങനെ ഫൈനലി
ബസ് കിട്ടി, A1 ബസ് കിട്ടി. ഇതിനി പാലാരിവട്ടത്തുണ്ട് നിർത്തുന്നത്. ഇനി എന്തെങ്കിലും പാലാരിവട്ടത്ത് നോക്കാം. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ രാത്രിയാണല്ലോ, ഇനിയിപ്പോൾ ഒന്നും എടുക്കാൻ വീഡിയോ കാണാനൊന്നുമില്ല. ഇനി എന്തെങ്കിലും പാലാരിവട്ടത്ത്, എറണാകുളം പാലാരിവട്ടത്ത് എത്തിയിട്ട് നമുക്ക് കാണാം. കേസ് ഫൈനലി നമ്മൾ പാലാരിവട്ടെത്തി. ഇപ്പോൾ സമയത്ത് വെച്ച് 1:30 വെളുപ്പിന് 1:30. ഇവിടെ എന്താ ചോദിച്ചാൽ വെളുപ്പിന് 1:30 ആയെങ്കിലും ഫുൾ ഓണ് തന്നെയാണ്. എല്ലാവരും ഉറക്കമൊന്നുമില്ല, ഫുഡ് കഴിക്കുന്നു, എന്തായിരുന്നു ചായ കുടിക്കുന്നു, അങ്ങനെ ഓരോ പരിപാടികളിലായിരുന്നു. എന്തായാലും A1 ട്രാവലിങ് വലിയ കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് 1:30 ആയപ്പോൾ അവർ എറണാകുളം എത്തിച്ചു. ഇനിയിപ്പോൾ എന്താ പരിപാടി വെച്ചാൽ നേരെ കിടന്നുറങ്ങുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പം ഓക്കെ, ബൈ.